നമസ്കാരം. അങ്ങനെ അവസാനം ഒരു പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിൽ ലഭിച്ചു. നമ്മളെല്ലാവരും അതറിഞ്ഞതാണല്ലോ. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ലഭിച്ച സാഹചര്യത്തിൽ സന്തുഷ്ടരാണ് കോൺഗ്രസ്സുകാരടക്കം. അതായത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലും 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതാക്കളെ തൊടയിക്കാത്ത ഒരു സംവിധാനമായിരുന്നു. രാഹുൽ ഗാന്ധിയിലൂടെ 10 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ആകെ അംഗബലത്തിന്റെ 10% സീറ്റെന്ന നിബന്ധന മറികടക്കുവാൻ പ്രതിപക്ഷ നിരയിൽ ഒരു പാർട്ടിക്കും കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതൃപദവി ആർക്കും തന്നെ നൽകിയിരുന്നില്ല. എന്നാൽ ഇത്തവണ 99 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പദവി ഔദ്യോഗികമായി നേടിയെടുക്കുക തന്നെ ചെയ്യുകയും ചെയ്തു. ഏറെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്ന ആദ്യ സ്ഥാനം കൂടിയാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് കണ്ടറിയും. ഇടതുവശത്തായി മുൻനിരയിൽ ഒരു ഇരിപ്പിടമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ലഭിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ചെയറിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക സ്ഥാനം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തത്, നമ്മൾ കണ്ടതുമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന സമയത്തുമൊക്കെ മുൻനിരയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം എന്ന് പറയപ്പെടുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ 3ാമത്തെ അംഗമാണ് രാഹുൽ ഗാന്ധി. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധി 1989-90 കാലഘട്ടത്തിൽ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി കുടുംബത്തിലെ ആദ്യത്തെ അംഗമായിരുന്നു. അതിനുശേഷം രാഹുലിന്റെ അമ്മ സോണിയാഗാന്ധി 99 മുതൽ 2004 വരെ ഈ ഭരണഘടനാ പദവി വഹിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയില്ലാത്ത സർക്കാരിന് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ പാനലിൽ ഇനി രാഹുൽ ഗാന്ധി കൂടി ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 3ാമത്തെ അംഗമായിട്ടുള്ള കേന്ദ്ര ക്യാബിനറ്റ് അംഗത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നതിനാൽ സർക്കാർ തീരുമാനത്തിനായിരിക്കും മുൻഗണന. എങ്കിലും BJPക്ക് തനിക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മറ്റ് 2 അംഗങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആ ആവശ്യം അംഗീകരിക്കണം. CBI, ED, CVC തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മേധാവികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ 3-അംഗ സമിതിയെ പ്രധാനമന്ത്രി മോദി നയിക്കുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും 3ാമത്തെ പ്രതിനിധിയായി വരിക. ഇനി ഒരു പ്രതിപക്ഷ നേതാവിന്റെ ശമ്പളം എന്ന് പറയപ്പെടുന്നത്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയായിരിക്കും ലഭിക്കുക. ശമ്പളവും അലവൻസുകളും ഒക്കെ ലഭിക്കും. അങ്ങനെ 3.3 ലക്ഷം രൂപയായിരിക്കും ശമ്പള ഇനത്തിൽ ലഭിക്കാൻ പോവുക. MP എന്ന നിലയിൽ 1 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇനി അത് 3.3 ലക്ഷമാകും. ക്യാബിനറ്റ് മന്ത്രിയുടെ തലത്തിലുള്ള സുരക്ഷയും ഇദ്ദേഹത്തിന് ലഭിക്കും. ഇതിൽ Z കാറ്റഗറി സുരക്ഷ കൂടി ഉൾപ്പെട്ടേക്കാം. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടേതിന് സമാനമായിട്ടുള്ള സർക്കാർ ബംഗ്ലാവ് അടക്കം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇനി രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രാഹുൽ ഗാന്ധിയിലൂടെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഒരു പ്രതിപക്ഷമില്ലാതെ എന്ത് ജനാധിപത്യം? ഒരു ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ ഭരിക്കുന്ന പാർട്ടികളെ തിരുത്തുക എന്നൊരു കർമ്മം കൃത്യമായി പ്രതിപക്ഷത്തിനുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തൊരു നേതാവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പ്രതിപക്ഷത്തൊരു നേതാവുണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിപക്ഷ നേതാവിന് കൂടി അംഗീകരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഈ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ, അതിന്റെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷങ്ങൾ ഉണ്ടാകണം. ഭരണപക്ഷത്തെ പ്രധാനമന്ത്രി പോലെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം. അങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വിനിമയങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ നടത്തിപ്പ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രത്യാരോപണങ്ങളും ജനങ്ങളുടെ ആശയും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഭയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഭരണപക്ഷം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ജനകീയമല്ല എങ്കിൽ അതിനെ നിശിതമായി വിമർശിക്കുകയും അതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. തിരുത്തലുകൾ വരുത്തുക എന്നുള്ളത് എപ്പോഴും ആവശ്യമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എപ്പോഴും ഭരണപക്ഷത്തിന് ശരിയാകണമെന്നില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായിരിക്കില്ല. അപ്പോൾ തിരുത്തലുകൾ വരുത്തേണ്ടത് സഭകളിലാണ്. ആ ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സ്പീക്കർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സഭകളെ നിയന്ത്രിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമാവുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് ഒരു പാർട്ടിയിൽ നിന്ന് ഒരു നേതാവ് എത്തുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയിലൂടെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഒരു പ്രധാന പ്രതിപക്ഷ നേതാവായിട്ട് ഒരു വ്യക്തിയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. ആ ഉത്തരവാദിത്തങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള കാത്തിരിപ്പ്.